ഒരു വലിയ ടീമിനെ നയിക്കണമെങ്കിൽ പ്രധാനമായിട്ടും ആ ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മൾ സാധാരണ പറയാറുണ്ട് വീരസ്യം പറയൽ അല്ലെങ്കിൽ നമ്മൾ SP അടിക്കൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിക്ക് വലിയ രീതിയിൽ ഒരു ടീമിനെ കൊണ്ട് നടക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ എല്ലായ്പ്പോഴും നാം ടീമുമായിട്ട് കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് വി, നമ്മൾ എന്നുള്ള ആ ഒരു വാക്ക്. പലപ്പോഴും പല ആളുകളും ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച്, ഏതെങ്കിലും തരത്തിലുള്ള വിജയങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേടുന്ന സമയത്ത് എല്ലാം എൻ്റെ ആ ഒരു പ്ലാനിങ്ങുകളെ കൊണ്ട്, എൻ്റെ ആ മികവ് കൊണ്ട് ഇതെല്ലാം നടന്നു എന്നുള്ള തരത്തിൽ സംസാരിക്കുന്നത് കാണാറുണ്ട്. ഒരിക്കലും ഒരു മികച്ച ലീഡർ ഐ എന്ന വാക്കല്ല കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്, അവരെപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടാവുക നമ്മൾ എന്ന് പറയുന്ന വാക്കായിരിക്കും. നമ്മൾ നേടി, അല്ലെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്, ഇത്തരത്തിലുള്ള വാക്കുകളായിരിക്കും അവരെപ്പോഴും പറയുന്നുണ്ടായിരിക്കുക. സോ യൂസ് വി നോട്ട് ഐ വെൻ യു ആർ കോൺവേഴ്സിങ് വിത്ത് യുവർ ടീം. ഇതാണ് നമ്മളുടെ ഇന്നത്തെ പോയിന്റ്. ഉദാഹരണമായിട്ടൊരു ഡൗൺലൈൻ അദ്ദേഹത്തിൻ്റെ ടീമിൽ നിന്ന് 40 പേരെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുപ്പിച്ചു. അദ്ദേഹവുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടീമിൽ നിന്ന് 40 പേര് കയറിയല്ലേ, എൻ്റെ ടീമിൽ നിന്ന് 100 പേര് കയറി എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. നിങ്ങളുടെ ടീമിൽ നിന്ന് 40 പേര് കയറിയല്ലേ, ഗ്രേറ്റ്, കൺഗ്രാജുലേഷൻസ്. നമ്മുടെ ടോട്ടലായിട്ട് നമ്മുടെ നമ്പർ 100 ആണ്. നമ്മുടെ നമ്പർ 100 ആണ്. സോ തീർച്ചയായിട്ടും അത്തരത്തിൽ നാം എന്ന് സംസാരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് ഉണ്ടാവുക. ഞാൻ എന്ന് പറയും തോറും മറ്റുള്ളവർ നമ്മളിൽ നിന്ന്, നമ്മളുടെ ആ കോൺവെർസേഷനിൽ നിന്ന് അകന്നകന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നിത്യജീവിതത്തിൽ പോലും നാം എന്ന്, നമ്മൾ എന്ന് എത്ര കൂടുതൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കുമോ അത്രയും കൂടുതൽ ആളുകളെ നമുക്ക് നമ്മളിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. മറ്റൊരു പോയിന്റ് നമുക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാവുന്നത്, നേട്ടമാണോ നാം അത് ടീമിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതിൻ്റെ ക്രെഡിറ്റ് കംപ്ലീറ്റ് നമ്മൾ ടീമിലേക്ക് കൊടുക്കുക. ഒരു സെറ്റ് ബാക്ക് ആണ് അല്ലെങ്കിൽ നമുക്കൊരു ചലഞ്ചാണ് ഉണ്ടായത്, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കുക. ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്, ഞാൻ ചെയ്ത അന്ന് പറഞ്ഞ കാര്യം അത് വിജയിച്ചില്ല, അത് നമ്മൾ അഡ്മിറ്റ് ചെയ്തേക്കുക. സോറി, നമ്മൾ പറഞ്ഞ ഒരു കാര്യമായിരിക്കാം, പക്ഷേ അതിൻ്റെ പൂർണ്ണമായുള്ള വിജയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായിട്ട് ടീമിലേക്ക് കൊടുക്കുക. അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം, മറ്റേത് ഞാൻ പറഞ്ഞ കാര്യം ഫ്ലോപ്പായി, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം വിജയിച്ചു. എപ്പോഴും അത്തരത്തിലായിരിക്കണം നമ്മളുടെ ഏത് കോൺവെർസേഷനും മുന്നോട്ട് പോകേണ്ടത്. സോ ഓൾവേസ് യൂസ് വി നോട്ട് ഐ വെൻ കോൺവേഴ്സിങ് വിത്ത് യുവർ ടീം. ഈ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ടീമിൽ കൊണ്ടുവരാൻ പോകുന്നത് വലിയ മാജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. സോ പ്രാക്ടീസ് ഇറ്റ്. താങ്ക് യു.